കണ്ണൂരിന്റെ മലയോരത്തെ പച്ചപ്പും പഴശ്ശിരാജാവിന്റെ പോരാട്ട വീര്യവും ഇഴതീർന്ന മണ്ണാണ് പേരാവൂർ. കുടിയേറ്റ കർഷകന്റെ വിയർപ്പും രാഷ്ട്രീയ വിശ്വാസങ്ങളും തമ്മിലുള്ള സംഘർഷഭരിതമായ സമാഗമവേദി. UDFന്റെ ഉറച്ച കോട്ടയെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്ന മണ്ണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലം. സിറ്റിംഗ് MLA വീഴ്ത്താൻ CPM കളത്തിലിറക്കുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറയാണോ എന്ന ചോദ്യമാണ് മലയോരത്ത് നിന്ന് ഉയരുന്നത്. ജോൺ ബ്രിട്ടാസ്, KK ശൈലജ എന്നീ രണ്ടു പേരുകളാണ് CPM ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. കൂടുതൽ സാധ്യത ബ്രിട്ടാസിനും. ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭാ MP പേരാവൂരിലേക്ക് വരുമ്പോൾ അത് വെറുമൊരു മത്സരമല്ല, മറിച്ച് ചരിത്രം ആവർത്തിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കമാണ്. പേരാവൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് UDF നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 2011 മുതൽ സണ്ണി ജോസഫ് തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലം. KP നൂറുദ്ദീന്റെ പാരമ്പര്യം പേർന്ന നാട്. എന്നാൽ 18 വർഷങ്ങൾക്ക് മുമ്പ് 2006 പേരാവൂർ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന AD മുസ്തഫയെ 9099 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി KK ശൈലജ ടീച്ചർ അന്ന് പേരാവൂരിനെ ചുവപ്പിച്ചു. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇടതുപക്ഷം നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. UDFന്റെ ഉരുക്കുകോട്ടയെന്ന് കരുതിയിരുന്ന മണ്ഡലത്തിൽ KK ശൈലജ എന്ന് നേടിയ വിജയം ഇന്നും ഇടത് ക്യാമ്പുകൾക്ക് വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. അന്ന് ശൈലജ ടീച്ചർ ഉണ്ടാക്കിയ അതേ ചലനം മറ്റൊരു സ്റ്റാർ വാല്യുള്ള സ്ഥാനാർത്ഥിയിലൂടെ ആവർത്തിക്കാനാകുമോ എന്നാണ് CPM ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പേരാവൂരിൽ ചരിത്രം ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നു. പേരാവൂർ മണ്ഡലത്തിന്റെ ഹൃദയമിടി പറയണമെങ്കിൽ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കണം. ഇരിട്ടി മുനിസിപ്പാലിറ്റിയും 8 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം. മണ്ഡലത്തിന്റെ വാണിജ്യ കേന്ദ്രമാണ് ഇരിട്ടി നഗരസഭ. ഇവിടെ UDFും LDF തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാറുള്ളതെങ്കിലും നിലവിൽ ഭരണം നേരിയ മുൻതൂക്കത്തിൽ LDFന്റെ പക്കലാണ്. കുടിയേറ്റ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ആറളം, അയ്യൻകുന്ന്, പായം പഞ്ചായത്തുകളിൽ സഭയുടെയും കർഷക സംഘടനയുടെയും നിലപാടുകൾ നിർണായകമാണ്. ആറളത്തെ ആദിവാസി പുനരധിവാസ മേഖലയിൽ വോട്ടുകൾ എന്നും രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. മലയോരത്തിന്റെ അറ്റത്തുള്ള കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകൾ UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. എന്നാൽ വന്യജീവി ആക്രമണങ്ങളും ബഫർ സോൺ വിഷയങ്ങളും ഇവിടെയൊന്നും ചർച്ചയാണ്. CPMന് ശക്തമായ വേരോട്ടമുള്ളതാകട്ടെ മുഴക്കുന്ന്, പേരാവൂർ പഞ്ചായത്തുകളിലും. പേരാവൂർ പഞ്ചായത്തിലെ ഭരണമാറ്റങ്ങൾ പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിനെ സ്വാധീനിക്കാറുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ ലഭിച്ച ലീഡ് UDFന് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥി പ്രഭാവവും പ്രാദേശിക വികസന പ്രശ്നങ്ങളും വോട്ടെടുപ്പിനെ സ്വാധീനിക്കും. നിലവിലെ MLA മാത്രമല്ല, KPCC പ്രസിഡന്റ് കൂടിയാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പേരാവൂർ അഭിമാന പോരാട്ടമാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് വേണം പറയാൻ. 2016 7989 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സണ്ണി വക്കീലിന് പേരാവൂർ നൽകിയതെങ്കിൽ 2021 ഭൂരിപക്ഷം 3172 കുറഞ്ഞു. ഇടതുതരംഗം ആഞ്ഞടിച്ചിട്ടും മണ്ഡലം പിടിച്ചു നിർത്താൻ സാധിച്ചെങ്കിലും LDFന്റെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ് കോൺഗ്രസ് ക്യാമ്പിനെ അലട്ടുന്നുണ്ട്. 2016 അപേക്ഷിച്ച് LDF വോട്ട് വിഹിതത്തിൽ ഏകദേശം 2.5% വർധനവാണ് രേഖപ്പെടുത്തിയത്. KV സക്കീർ ഹുസൈൻ എന്ന യുവ നേതാവിലൂടെ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ CPMന് സാധിച്ചു. സഭാ വോട്ടുകളും കുടിയേറ്റ കർഷക പിന്തുണയും സണ്ണി ജോസഫിന് തുണയെങ്കിലും ഭൂരിപക്ഷം പകുതിയോളം കുറഞ്ഞത് മണ്ഡലത്തിൽ CPMന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2016 9,000 മുകളിൽ വോട്ട് പിടിച്ച BJP 2021 ആ വോട്ട് നില ഏകദേശം നിലനിർത്തി. ഈ വോട്ടുകൾ എങ്ങോട്ട് മറിയുന്നു എന്നതും മണ്ഡലത്തിലെ വിജയരാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമാണ്. 2021 ഫലം പരിശോധിക്കുമ്പോൾ പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ വ്യക്തിപ്രഭാവമാണ് UDFനെ തുണച്ചതെന്ന് കാണാം. എന്നാൽ CPM വോട്ട് നില 44% മുകളിലേക്ക് എത്തിയത് നിസ്സാരമല്ല. കേവലം 3000 വോട്ടുകളെ മാത്രം വ്യത്യാസമുള്ള ഒരു മണ്ഡലത്തിലേക്ക് ജോൺ ബ്രിട്ടാസിനെ പോലൊരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി വരുമ്പോൾ അത് UDFന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ പര്യാപ്തമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സണ്ണി ജോസഫ് മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ്. വികസന പ്രവർത്തനങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും അദ്ദേഹം വോട്ടർമാരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ജോൺ ബ്രിട്ടാസ് എത്തുമ്പോൾ കളി മാറും. ഒരു മാധ്യമ പ്രവർത്തന എന്ന നിലയിലും രാജ്യസഭയിലെ മികച്ച പെർഫോമൻസിലൂടെയും കേരളത്തിലുടനീളം ബ്രിട്ടാസിന് വലിയ സ്വീകാര്യതയുണ്ട്. കത്തോലിക്ക സഭയ്ക്കും കുടിയേറ്റ കർഷകർക്കും നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ സഭയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് CPM ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറമാണ്. വന്യജീവി ആക്രമണം, ബഫർ സോൺ പ്രശ്നം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് എന്നിവ വോട്ടർമാരുടെ നിലപാട് മാറ്റിയേക്കാം. ഈ പ്രശ്നങ്ങളിൽ ആരൊപ്പം നിൽക്കുന്നു എന്നത് വോട്ടായി മാറും. പേരാവൂർ വീണ്ടും സണ്ണി ജോസഫിനെ തുണക്കുമോ അതോ ജോൺ ബ്രിട്ടാസിലൂടെ ഇടതുപക്ഷയ്ക്ക് ചായുമോ എന്ന് കാത്തിരുന്ന് കാണാം.